ഗെറ്റ് റെഡി ഫോർ മൈ ഗ്രാജുവേഷൻ. ഇത് നമ്മൾ ഗെറ്റ് റെഡി ചെയ്യാൻ പോകുന്ന ഏതോ കന്നഡക്കാരന്റെ പരട്ട ഹോട്ടലിൽ നിന്നാട്ടോ. ഇതിപ്പോ എന്റെ ഗ്രാജുവേഷൻ ആണെങ്കിലും എന്നെക്കാട്ടി കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ നിങ്ങൾക്ക് പുറകെ കാണാൻ പറ്റും ഒരു പാന്റും ഷർട്ടൊക്കെ ഇട്ടിട്ട്. സംഭവം ഇതെന്റെ ഗ്രാജുവേഷൻ ആണെങ്കിലും ഇത് ഞങ്ങളൊരു ട്രിപ്പായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാനൊന്നും ഇടുന്നില്ല, ബാക്കി എല്ലാവർക്കും ഇട്ടെടുക്കുന്നുണ്ട്. നല്ല രസമല്ലേ, അവരെ എൻജോയ് ചെയ്യട്ടെ തന്നെ. സംഭവം ഞാൻ എന്റെ ടാൽക്കൻ പൗഡർ എടുക്കാൻ മറന്നുപോയി ഗൈസ്, അതുകൊണ്ട് എനിക്ക് ഒന്നും ഇടാൻ തോന്നിയില്ല. ഇനിയിപ്പം അത് വാങ്ങിയിട്ട് വേണം എല്ലാം മേക്കപ്പ് ചെയ്യാൻ. 10 രൂപയുടെ പൗഡർ ആണെങ്കിലും പൗഡർ ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങും. അപ്പൊ മുന്നേ ആ ഹോട്ടലിൽ നിന്ന് കണ്ണൊക്കെ എഴുതി സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാറി കയറിയപ്പോ ലാഭായി, ഈ പൗഡർ മാത്രം ഇട്ടാൽ മതി. എന്താ ഇപ്പൊ ഈ പൗഡർ ഇട്ട് തീരാത്തന്നല്ലേ, എനിക്ക് എന്താ അറിയില്ല, ഈ പൗഡർ അങ്ങ് ഇഷ്ടമായില്ല ഗൈസ്. എന്റെ പുറകിലും മുന്നിലായിട്ട് നിങ്ങൾ പലരെയും കാണും, അവരെയൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. ഈ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മസ്കാര ഇടാൻ. മസ്കാര ഇല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകില്ല. 8:30 ചെല്ലാൻ പറഞ്ഞ പരിപാടി 10:30 തുടങ്ങുന്നുള്ള അതിയായ വിശ്വാസം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങള് ഫിലോമിനസ് ചർച്ച് കാണാൻ പോകും. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കും കൺവെൻഷൻ ഇടാണ്ട് എവിടെയും പോകാത്തതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ടല്ലേ പോകാൻ പറ്റും. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നല്ലേ. ഇതിപ്പോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സെയിം മസ്കാര തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഗ്രാജുവേഷൻ സെറമണിക്ക് പോകാൻ. ഫിലോമിനസ് ചർച്ചിന്റെ ഒക്കെ വിവരം ഞാൻ പിന്നെ ഇടാട്ടോ. അത് ഈ വീഡിയോയും ഗ്രാജുവേഷന്റെ വീഡിയോ അങ്ങ് ഇടട്ടെ. നിങ്ങൾ ആരെങ്കിലും വന്ന എന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മൈസൂരാണ്. അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. മൈസൂർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇനിയിപ്പോ ലിപ്സ്റ്റിക് ഇടണം, അതേ സെയിം ലിപ്സ്റ്റിക് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു ഷെയ്ഡ്. പണ്ടൊക്കെ ഇത്തിരി ലിപ്സ്റ്റിക് കൂടിപ്പോയാൽ തന്നെ അതൊരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതൊരു ഡൗട്ട് മാത്രമല്ല, സത്യാവസ്ഥയും കൂടിയാണ്. ഇപ്പൊ ലിപ്സ്റ്റിക് മാത്രമല്ല, ലിപ് ലൈനർ ഇല്ലെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റൂല. മേക്കപ്പ് ഇടുന്ന ഒരു തെറ്റായ കാര്യമാണെന്നൊന്നും ഞാൻ പറയൂല. ചില ആൾക്കാർക്ക് അതൊരു കോൺഫിഡൻസ് തന്നെ കേട്ടോ. ഈ ബാക്കിൽ നിന്ന് എത്തി നോക്കുന്ന മഹാനെ നിങ്ങൾ ആരും ശ്രദ്ധിക്കണ്ട. അവനെ നമ്മൾ ഈ കണക്കി കൂട്ടിയിട്ടില്ല. അവനക്ക് ആകെ അറിയുന്നത് കുറച്ച് കമന്റ് അടിക്കാനാ. അത് അവൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കുട്ടീനെ പറ്റി ഞാൻ പലതും പറയും, നിങ്ങൾ അതൊന്നും കേട്ട് വിശ്വസിക്കണ്ട കേട്ടോ. ഇവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ ട്രിപ്പിൽ ഞാൻ ബോറടിച്ച് ചത്തേനെ. എന്തായാലും നമുക്കിനി മുടിയും സെറ്റാക്കി ഫിലോമിനസ് ചർച്ചിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ ദ വൈ ഇതാണ് എന്റെ ലാസ്റ്റ് ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ശരി എന്നാ, ചൂസ്. ഇവനങ്ങ് ഇഗ്നോർ ചെയ്തേക്കണേ. ബൈ.